സത്യം പറയാമെങ്കിൽ ചന്ദ്രബോസിന് അവന്റെ അച്ഛന്റെ വരമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി എടുത്തിയാടി എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചു വയ്ക്കും. ചന്ദ്രബോസിന്റെ ആ പേര് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അത് പറഞ്ഞാൽ ചിരിച്ചിരിച്ച് ചാവും. എന്ന് വെച്ചാൽ പണ്ട് അവന്റെ അച്ഛൻ മുഴുവൻ സമയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞു നടക്കണ സമയമായിരുന്നു. നമ്മളെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ അങ്ങേരക്ക് ജീവനായിരുന്നു. നേതാജി വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നായിരുന്നു അങ്ങേരെ വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രബോസ് ജനിക്കുന്നത്. അങ്ങേരവന് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പേരിട്ടു. ഞാനാണെങ്കിൽ അന്നേ തലയിൽ കൈ വെച്ച് പറഞ്ഞു, വല്ല വായിക്കൊള്ളണ പേര് വലിയ ഇടിയെന്ന്. അങ്ങേര് കേൾക്കുവോ? കൊള്ളാം. എന്നെ കുറെ പള്ളും പറഞ്ഞ് അങ്ങേരവനെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. ചെറുക്കനെ പള്ളിക്കൊടുത്ത് ചേർത്തപ്പോഴും പേരതി തന്നെ. പക്ഷെ കുറെ കാലം കഴിഞ്ഞാണ് ആരോ പറഞ്ഞങ്ങേര് അറിയണത് സുഭാഷ് ചന്ദ്രബോസ് കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ നമ്മളെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ സായിപ്പന്മാരുടെ യുദ്ധം ചെയ്ത ആളായിരുന്നല്ലേ നമ്മളെ സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ട് ഇനി ഇപ്പൊ ചെറുക്കൻ ആ പേര് തന്നെ മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ച്. അങ്ങനെ എന്റെ മക്കളെ എല്ലാരും ചന്ദ്രബോസിൽ നിന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി. ചന്ദ്രബോസിന്റെ അച്ഛൻ മരിച്ച് കൊല്ലം 10 കഴിഞ്ഞിട്ട് ചെറുക്കന്റെ എടുത്തിയാട്ടത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ വരാനുള്ള ഒന്നും വഴി തങ്ങിയില്ല. നിന്നോട് വരാനാണ് പറഞ്ഞു. നീ ഇപ്പൊ വന്നു നീയാണ് നിന്നെ കെട്ടിച്ചേരാനൊന്നും പോണില്ല. അമ്പാടെണ്ണം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ചേച്ചി വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചന്ദ്രേ നിന്നോട് വരാനാണ് അണ്ണാ പെണ്ണിന്റെ തന്തപ്പടിയില്ലാണോ അണ്ണാ? സംഗതി കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത്. നിങ്ങളങ്ങോട്ട് ചെന്നാണി. ഞാൻ പറഞ്ഞത് കേട്ടോണി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ ചന്ദ്രബോസിന്റെ കാര്യത്തിൽ വരാനുള്ള ഒന്നും വഴി തങ്ങൂല. ഇപ്പൊ തന്നെ കണ്ട എന്റെ ചെറുക്ക അവന്റെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ അവളെ വീട്ടിലോട്ട് ചെന്ന നേരം തന്നെ ആ പേർഷ്യക്കാരൻ മനോഹരന് വന്നിറങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഈ ചിമിട്ടന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ കണ്ടപ്പോ നാട്ടുകാരായ പിറക്കികളെല്ലാം എന്റെ ചന്ദ്രബോസിനെയും കളഞ്ഞിട്ട് അവന്റെ പിറകെ പോണത് കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രേമിക്കുന്ന കാര്യത്തിൽ മാത്രം എന്റെ ചന്ദ്രബോസിനെ തോപ്പിക്കാൻ അങ്ങനെ ആർക്കും പറ്റൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവന്റെ അച്ഛന്റെ വരവാണ് കിട്ടിയിരിക്കണെന്ന്. കുറെ നേരമായല്ലോ ഇത് പുല്ല്. ഒരു കത്തെഴുതി കുടപ്പനക്കത്തിലോട്ട് അയച്ചാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ വരും. പരിപാടിക്കിടയിൽ സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പൂതന സംപ്രേഷണം തുടരുന്നു. കണ്ട അലക്കാരി വേണ്ടേ? തുടങ്ങാറായി. നല്ല മഴക്കുണ്ട് കേട്ടോ. ആടെ അവര് വന്നു ചേച്ചി. നാളെ വരാമേ. ഹൗസ്ഫുൾ ആണല്ലേ? എന്താണ് അല്ലാത്തത്? ഞാൻ ചെറുക്കനെ എടുത്തോടാം. मैं कुमार की कुंडली नहीं बनवाऊंगा। किसी भी पिता को पुत्र का भविष्य जानने की इच्छा नहीं। टीवी കണ്ടോണ്ടിരുന്നാ മതിയാ. വീട്ടിൽ പോണ്ടേ? അയ്യോ എന്നെ ടിവി ആണ് അമ്മ പറയുന്നത്.
എടാ ചന്ദ്ര, അവനെ കൊണ്ടുപോണ്ടടാ. കിടക്കട്ടെടാ. നാളെ അല്ലെങ്കിൽ പാതിരാത്രി ഞാൻ എടുത്തോണ്ട് ഓടണം. നീ ഓടി കിടന്നു. എന്താണ് വിളിക്കുന്നത്? ടി വി കണ്ടോണ്ടിരുന്നിടത്ത് എടുത്തോണ്ട് വന്നേനെണ്ണ. ആരും ഉണ്ടെന്നോ നിർത്ത്. കൊറേ നേരമല്ലേ തുടങ്ങിയിട്ട്. അസത്ത്. ചന്ദ്ര, നീ എന്നാ പെണ്ണിന്റെ വീട്ടിൽ പോയിരുന്നാ? ഇന്നാ തള്ള മുക്കിൽ വെച്ച് മനുഷ്യന്റെ തൊലി ഉരിച്ച്. അവര് പറയണ നീ ആ പെണ്ണിന്റെ പിറകെ നടക്കുകയാണെന്നാണല്ലോ. എടാ, അവര് നിനക്ക് അവളെ കെട്ടിച്ചേരാനൊന്നും പോണില്ല. വെറുതെ മനുഷ്യനെ നാണം കെടുത്താനേ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ചെറിയ കൊച്ചാണെന്ന് വിചാരിച്ചിട്ട് ഒരു മര്യാദയില്ലേ? ഞാൻ നേരം കണ്ടവരെ വീട്ടില് ഇവയും കണ്ടോണ്ടിരുന്നോളൂ. അടിക്കാൻ വേണ്ട. പോയിക്കോ പോയിക്കോ. കാര്യം ചോദിക്കുമ്പോ മനുഷ്യനെ കളിയാക്കിയിട്ട്. അസത്ത്. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! തൊഴിലാളികളുടെ കൂലി ഉടൻ കൂട്ടുക! തൊഴിലാളികളുടെ കൂലി ഉടൻ കൂട്ടുക! നീതി പാലിക്കുക! തൊഴിലാളി നീതി പാലിക്കുക! തൊഴിലാളികളുടെ കൂലി ഉടൻ കൂട്ടുക! ഇൻകുലാബ് സിന്ദാബാദ്! രാവിലെ ഞാൻ വന്നപ്പോഴേ ഈ നടയിൽ മൊത്തം പട്ടിത്തീട്ടം കിടക്കുന്ന മുതലാളി. ആ ഗേറ്റിന്റെ മൂട്ടിൽ നിന്ന് ഇതുവരെ ആണ്ട ഇവിടം വരെ ഉണ്ടായിരുന്നു. 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് പോയത്. സംഗതി വല്ല മനുഷ്യന്മാരെയാണെന്നാണ് എന്റെ സംശയം. അല്ല, 1-2 പണിമുടക്കെന്നും പറഞ്ഞാൽ റോട്ടിൽ കിടപ്പുണ്ടല്ലോ, അവന്മാരാവാനാണ് സാധ്യത. എനിക്ക് രാവിലെ വേറൊന്നും പറയാനില്ലേ? അങ്ങനെയല്ല മുതലാളി, പട്ടിത്തീട്ടാണെങ്കിൽ സഹിക്കാം. മനുഷ്യനാണെങ്കിലാ നാളെ അവന്മാർ ഇത് തന്നെ ആവർത്തിക്കും. എന്നാ താനിന്ന് പോകണ്ട, ഇവിടെ കിടന്നു. ചുട്ടുവാരാന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! തൊഴിലാളികളുടെ കൂലി ഉടൻ കൂട്ടുക! മുതലാളി, இந்த மாதம் ரிசல்ட்டுன்னு പറയാൻ ஒன்றுமே இல்லை. എല്ലാവർക്കും കൂലി മുടങ്ങാതെ കിടക്കണം. വരുതും പോറതും തോന്നുമ്പം ஏதாவது கேட்டால் நான் ஐயா கம்பெனி க்ளோஸ் பண்ணி போகிறதுக்கு எனக்கு தெரியாமல்ல. எனக்கு புண்ணியம் கிடைக்கணும்னு எல்லாவரும் விசாரம். பைக்கோ பைக்கோ ஒன்றுமே பேசண்டா. ரிசல்ட்டு கிடைச்சிല്ലെങ്കിൽ കമ്പനിയാൻ പൂട്ടും. കഴിപ്പണം കേട്ടോ. ഞങ്ങൾ ആ നടയിൽ തന്നെ ഇരിപ്പുണ്ട്. മുതലാളി,
ഈ ടി വി ഓണാകുന്നില്ല. ഓളി കയറി ആൻറ്റീനെ ഒന്ന് കറക്കാം. ആ ഏണി എടുത്തു കൂടാ, ഇയാൾ കയറിക്കോളൂ. മലയാളി ശരിയായ നോക്ക്. ആണ്ട മുതലാളി, ഞാൻ ആന്റിനെ തിരിക്കുകയാണേ. ശരിയായ നോക്കണം മുതലാളി. ടി വി ശരിയായ നോക്കിയാണ്. ചന്ദ്ര, ജോലി കിട്ടിയല്ലേ? ചെലവ് ചെയ്യണം കേട്ടാ. മുതലാളി